guys, welcome back to my channel. അപ്പോൾ ഞങ്ങൾ ഇപ്പം അയ്യനിൽ പോവാണ്. അതുവഴി പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. അവളുടെ വീട്ടിലൊരു പൂജയുണ്ട്. So stay tuned with us. ഭയങ്കര ലേറ്റാണ്. ബൈ ബൈ. So ഞങ്ങൾ ഇവിടെ എത്തി. ഇത് ദില്ലി മെട്രോ സ്റ്റേഷൻ അയ്യന്നെ. ഹലോ. സോ നമ്മളിപ്പം ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫ്രണ്ട് വന്ന് നീർജ എപ്പോഴത്തേയും പോലെ ലേറ്റാണ് അവള് വരുന്നത്. നമുക്ക് കാണാം. ഹലോ. ഞാനല്ല ലേറ്റ്. ഞാൻ രാവിലെ പ്രേക്ഷകർ കാണുന്നുണ്ട്. 5 മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെയും കടന്നുറങ്ങി. അതാണ് ഇവളുടെ സ്വഭാവം. മുളക് പൊടി മേടിക്കാം. കശ്മീരി മുളക് പൊടി. അതുകൊണ്ട് നമ്മള് ഇവർക്ക് കഴിക്കണം. എനിക്ക് ഞങ്ങൾക്ക് കഴിക്കണം. എനിക്ക് കഴിക്കണം. ശരി. ഇവിടെ നമ്മളിങ്ങനെ നടക്കുമ്പം എല്ലാ ആൾക്കാരും ഇങ്ങനെ പറയും, ചേച്ചി സൂട്ട് നോക്കുന്നു, ചേച്ചി മറ്റേത് നോക്കുന്നു, ചേച്ചി മറിച്ചത് നോക്കുന്നു. മലയാളിയാണ്. സോ ഞങ്ങളിപ്പം മുളക് പൊടിയൊക്കെ മേടിച്ച് നേരെ നമുക്ക് ഇപ്പോൾ ആക്ച്വലി ഇത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. അവരുടെ പൂജ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റെഡി ആയിട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ആൾക്കാർ പറയുന്നത്, ഇവരുടെ ഇവിടെ വരുമോ അവരുടെ ഇവിടെ വരുമെന്ന്. എൻ്റെ ഇച്ചിരി അതാ എന്താണോ ഇത്രയും നേരം അവർ പറയുമായിരുന്നു. നമ്മൾ വന്നപ്പോഴേക്കും അവർ നിർത്തി. ഈശ്വര എനിക്ക് ആരെങ്കിലും ഒന്ന് പറയാം. ഒരു ചേട്ടനെങ്കിലും പറയാം. ചേട്ടനാണ് നിങ്ങൾ കേട്ടല്ലേ. എന്താ വേണ്ട? ഒന്നും വേണ്ട. ഇനി നമുക്ക് അങ്ങോട്ട് നടന്നോണ്ട് നമ്മളിപ്പോൾ കഴിക്കാൻ പോയി. ഇപ്പം നമ്മൾ അവിടെ പോയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ 5 മിനിറ്റിൻ്റെ വെയിറ്റിംഗ്. കട്ട് ചെയ്തതിൻ്റെ ചെവിക്കല്ലിന് കൊടുത്ത പരിപാടി. ഒരു കട്ടുമില്ല ഞാൻ കഴിച്ച്. എല്ലാവരും നമ്മളാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് തന്നെ എനിക്കേ പറ്റൂ. ഞങ്ങളിപ്പം നമ്മള് ഫ്രണ്ടിന് വേണ്ടി കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു. എന്തൊക്കെയാണ് അത് ഇനി ഓർഡർ ചെയ്യുന്നത്. ഇവൾക്ക് ചിക്കൻ ബിരിയാണി വേണം. പക്ഷെ അടിച്ച് ചെയ്യാൻ കൊണ്ട് മോന്ത പൊട്ടി. ആണോ? ഇപ്പൊ ഉള്ളു പൊട്ടി ഇല്ല കഞ്ഞി എടുക്കണ്ട പാടിക്കും. ഇപ്പൊ നമ്മൾ പൂജയ്ക്കാൻ പോകാൻ വന്നത് നിങ്ങളോട് പറഞ്ഞു. ആ സമയത്ത് ചിക്കൻ്റെ ഒരു ഓർമ്മ കിട്ടി. ദോശ അതേ ഉള്ളൂ. പ്ലെയിൻ ദോശ, മസാല ദോശ, പൊടി ദോശ, ബട്ടർ ദോശ. പിന്നെ അത് ദോശയുടെ കടയിൽ വന്നിട്ട് പിന്നെ കാണും ചപ്പാത്തി. നമ്മളിപ്പം എന്താ ഓർഡർ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞു. എന്താ ഇറങ്ങി തിരിഞ്ഞ് ചൗമീനെ പറയത്തുള്ളത് നമുക്ക് എല്ലാവർക്കും. പിന്നെ എന്താ മോൾക്ക് എന്താ വേണ്ട? ചൗമീനി കാഫി യാർ बहुत हेवी हो जाएगा. चौमीन हेवी है क्यों? അത് മതി. ഇതിവള് കഴിച്ച ആക്ച്വലി കള്ളി. ഉപ്പൊക്കെ ഉണ്ടോ? പെർഫെക്റ്റ്. സോ നൈസ്. ചമ്മന്തി 3 തരം. 2 തരം ചമ്മന്തി, ഒരു സാമ്പാറും. ഒന്നും കഴിക്കത്തില്ല എന്ന് പറഞ്ഞ അഞ്ചു. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞു. നന്നായി പറഞ്ഞു. ഇനി ഒന്നും എനിക്ക് വേണ്ട, നീയൊക്കെ തിന്നോളാം. അങ്ങനെ പറഞ്ഞു. ചുമ്മാ എന്നിട്ട് ഇത് തിരിച്ച് വീട്ടിൽ പോകണം. അഞ്ചു നീർജയും അവരുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു ഫ്രണ്ട്സ്. ഹലോ ഗൈസ്. സോ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞ് അഞ്ജുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിക്കുവാണ്. അഞ്ജു നീർജയും. സോ ഞാൻ വീട്ടിലെത്തിയപ്പം അച്ഛനോട് പറഞ്ഞായിരുന്നു, എന്താ പറയുന്നത്, പോകുന്നതിൻ്റെ മുന്നേ ബീൻസ് അരച്ച് വെച്ചിട്ടുണ്ട്, അത് നീ മെഴുക്കുരട്ടി ആക്കണമെന്ന്. സോ പരീക്ഷണമാണ്. ലെറ്റ്സ് സീ വാട്ട് ഐ വിൽ ഡു. ഇതെന്തായിത്തീരും നമുക്ക് കണ്ടറിയാം ഗൈസ്. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ട്. ആരുടെ വീഡിയോ കണ്ടത്? ഷാൻജിയോ.
ആസ് പെർ ഹിസ് ഇൻസ്ട്രക്ഷൻ ഒരു മീഡിയം സൈസ് ഉള്ളി ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട്, പിന്നെ മുളക് എരിക്കായിട്ട്, പിന്നെ കിട്ടി വറ്റമുളക് ചതച്ചത് നമുക്ക് കിട്ടി ഗൈസ്. ആസ് യു ക്യാൻ സീ ഇതും പിന്നെ കുരുമുളക് പൊടി. ദാറ്റ്സ് ഇറ്റ്. വി നീഡ് ഓൺലി ദീസ് മച്ച് ഓഫ് ഇൻഗ്രീഡിയൻസ്. മൈൻഡ് ബ്ലോയിങ്. കുരുമുളക് പൊടിക്കാണ് ഇത്രയേ ഉള്ളൂ. ഇതിന് ഇത്രയും മതി. Okay, so let's begin. Okay guys, ഞാൻ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് let's add a tablespoon of coconut oil. Ingredients see, ഞാനിവിടെ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മുളക് നേരത്തെ കട്ട്. One secret ingredient which I forget to mention was കറിവേപ്പില. Our secret ingredient. അയ്യോ. സോ നമുക്കിത് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി. നമുക്ക് തീ ഇച്ചിരിന്ന് കുറച്ചിട്ട് നമ്മളുടെ വറ്റൽ മുളക് എത്രയാണ് just a pinch is enough. അങ്ങനെ ബീൻസ് മെഴുക്കുവരട്ടി ready. Okay guys, so ഇന്നത്തെ vlog ഞാൻ ഇവിടെ അവസാനിക്കുവാണ്. Stay tuned for our new vlogs. Till then, tata, bye bye, see you. Do subscribe my channel. Bye.